ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മത്തി മുളകിട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തി നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം സൈസിലുള്ളൊരു മത്തിയായിരുന്നു, അതുകൊണ്ട് തന്നെ കറി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂടി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള 2 തക്കാളി മിക്സർ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി നമ്മുടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉലുവ നല്ലതുപോലെ പൊട്ടി വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ചെറിയുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറി നല്ലതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇത് നല്ലതുപോലെ ചതച്ചത് കൊണ്ട് അടിയിലൊക്കെ പറ്റാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ചെറിയുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയുള്ളി തന്നെ എടുക്കണം. പിന്നെ ഓവറായിട്ട് അരിഞ്ഞു പോകാനും പാടില്ല, ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ല കറക്റ്റ് രീതിയിൽ കിട്ടുന്നിടം വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്ത് നല്ല എണ്ണയിൽ കിടന്ന് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഈ പൊടിയൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഈ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മീൻ വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ തക്കാളി അരച്ച് ചേർത്തത് കൊണ്ട് ഓവറായിട്ട് വെള്ളം ചേർക്കുന്നില്ല, ഒരു കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ പുളിക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കുടംപുളിയാണ്. കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ, മീൻ വേവാൻ ആവശ്യമായ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീനുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മീനുകളൊന്നും ഒട്ടും ഉടയാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മീനുകളൊക്കെ ഞാനിവിടെ എല്ലാം നമ്മുടെ ഈ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് സ്പൂണും കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി തിളച്ചതിന് ശേഷം നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യരുത്. ഈ ഒരു രീതിയിലായിരിക്കുമ്പോൾ മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കണം. മൊത്തത്തിലൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഈ കറിയൊക്കെ ഒന്ന് വറ്റി ഏകദേശം ഒരു റെഡിയായി വരുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റിൻ്റെയും കൂടി ആവശ്യമുണ്ട്, എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റ് രീതിയിൽ വറ്റി കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഈ ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്നും കൂടി തുറന്നു നോക്കിയാൽ നമ്മുടെ കറി റെഡിയായി കിട്ടും.
മത്തിക്കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും കപ്പേൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ മത്തി മുളകിട്ടത്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് രീതിയിൽ നമുക്ക് എടുക്കാം. ഇനിയും നമുക്കൊന്നും കൂടി വറ്റിക്കണമെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും കൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ എല്ലാവരും കറിയൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറീൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള നമ്മുടെ ഈ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ എണ്ണയ്ക്കൊന്ന് തിളഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അപ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മത്തി മുളകിട്ടതിൻ്റെ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കപ്പേൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഏറ്റവും ഒരു ഫേവറേറ്റായ കറിയാണല്ലേ ഈ മത്തി മുളകിട്ടത്. അപ്പോൾ മത്തി കിട്ടുമ്പം എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാനും നിങ്ങൾ പ്രത്യേകം മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. കൂടെ എൻ്റെ ഈ ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ. താങ്ക് യു ഓൾ.